കേരളത്തിൽ നിന്ന് EMSന് ശേഷം CPM-നെ നയിക്കാനുള്ള നിയോഗം MA ബേബിക്ക്. ബേബിയുടെ പേര് നിർദ്ദേശിച്ചത് മുഹമ്മദ് സലീം, പിന്താങ്ങിയത് അശോക് ദാവ്ളെ. പാർട്ടിയുടെ ദേശീയ ഘടകത്തിൽ കേരളത്തിന്റെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കുന്നതാണ് MA ബേബിയുടെ ആരോഹണം. പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത്. കേന്ദ്ര BJP ഗവൺമെന്റിന്റെ അമിതാധികാരപരമായ നവഫാസിസ്റ്റ് നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം അത് CPIM കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സമരം ഏറ്റെടുക്കണമെന്നുള്ളതാണ് ഒരു ഘടന. രണ്ടാമത് CPIM-ന്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം, ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പ്രതിനിധികൾ ഔദ്യോഗിക പാനലിനെതിരെ രംഗത്ത് വന്നതോടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വോട്ടെടുപ്പ് വേണ്ടി വന്നു. മത്സരിക്കാൻ സന്നദ്ധനായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവ് DL കരാട് സാധുവായ 692 വോട്ടിൽ 31 വോട്ടുകൾ നേടി പരാജയപ്പെട്ടു. The reason is that we want that the comrades from trade unions and who are fighting class struggles at ground level, they should be given representation in the central committee. കേരളത്തിൽ നിന്ന് TP രാമകൃഷ്ണൻ, KS സലീഖ, പുത്തലത്ത് ദിനേശൻ എന്നിവർ പുതിയതായി കേന്ദ്ര കമ്മിറ്റിയിലെത്തി. പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചതിനാൽ PK ശ്രീമതിയും യൂസഫ് തരിഗാമിയും കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും. ജോൺ പട്ടാസ് സ്ഥിരം ക്ഷണിതാവായി. മലിക് സർക്കാർ, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, S രാമചന്ദ്രൻപിള്ള തുടങ്ങി 7 പേരെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കി. PBയിൽ പിണറായി വിജയന് മാത്രമാണ് പ്രായപരിധിയിൽ ഇളവനുവദിച്ചിരിക്കുന്നത്. മലയാളിയായ വിജു കൃഷ്ണൻ ഉൾപ്പെടെ 8 പുതുമുഖങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.